നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറിവേപ്പില എല്ലാ കറികളിലും ഇടാറുണ്ട്. അപ്പോൾ കറിവേപ്പില വെച്ച് നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. കറിവേപ്പില ഗുണമൊന്നും പറയാനില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ കറിവേപ്പിലയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചേർക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ അമ്മച്ചിമാരുണ്ടാക്കുന്ന ഒരു കറിയാണ് റോസ്റ്റ്. കറിയല്ല, ശരിക്കും ഞങ്ങൾ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മച്ചി ഞങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നാണ്. അതാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്, നമ്മളൊരു കൈ നിറച്ചും കറിവേപ്പില വേണം നമുക്ക്. കറിവേപ്പിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. അതുപോലെ 1 കിലോ ചിക്കൻ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറിവേപ്പില ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഉരുളിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടല്ലേ. ഇനി നമുക്കൊരു പിടി കറിവേപ്പില അങ്ങിട്ട് കൊടുക്കാം. അല്ല, കിരികിരിന്ന് പൊട്ടുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരണം കറിവേപ്പില. അതുകൂടി ഇഷ്ടം. കറിവേപ്പില വറക്കാൻ മാത്രമുള്ള എണ്ണ മതിയില്ലേ? ബാക്കി പിന്നെ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ലല്ലോ, ആ എണ്ണ മാത്രം മതി. ഈ കറിവേപ്പിലയിൽ ഇട്ടാണ് നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നത്. ആയില്ലല്ലോ അവര് ആയി. നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കണം. ഇവിടെ വലിയ കഷ്ണം ഇഞ്ചിയും 1 ചുള വെളുത്തുള്ളി ഉണ്ട്, നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തതാണ്. നമുക്ക് ഈ കറിവേപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ചതയ്ക്കാനൊന്നും നേരം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് കനം കുറച്ച് നമ്മൾ അരിഞ്ഞ് ചേർത്താലും മതി. ചതച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ ആ അരിഞ്ഞൊക്കെ ആ ഫ്ലേവർ നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഇറങ്ങും. അതിനുവേണ്ടിയാണ് നമ്മളൊന്ന് ചതച്ച് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് ഒരു സവോള ചെറുതായിട്ട് കനം കറഞ്ഞ് നമ്മൾ അരിഞ്ഞെടുത്തതാണ്. സവോള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 4-5 പച്ചമുളക് എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞങ്ങളിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ചിക്കൻ ഇടുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. സവോളയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ, ഒരുപാട് പൊടികളൊന്നും വരാം, കുറേശ്ശെ അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിറമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വെളുത്ത കളറാവില്ലല്ലേ. 1 സ്പൂൺ മുളക് പൊടി, ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചാലും കുഴപ്പമില്ല. അതുപോലെ 1 സ്പൂൺ നിറച്ച് ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ എരിവാണ് ഇതിന് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി ഒരല്പം കൂടി ഇട്ട് കൊടുക്കാം അല്ലേ, എരിവുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, ഇത് നമ്മളിവിടെ പൊടിച്ചതാണ്. ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ജീരം എല്ലാം കൂടെ വറുത്ത് പൊടിച്ചതാണ്. നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതോടെ വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയെടുത്ത് വെച്ച ചിക്കൻ, 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. നന്നായിട്ട് പിടിച്ചോട്ടെ ചിക്കനിലേക്ക് കറിവേപ്പിലയും സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വാടിയപ്പോഴല്ലേ ഉപ്പ് ചേർത്തോളൂ. ഉപ്പ് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. കുറവാണെങ്കിലേ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം, ചേർത്ത് നോക്കിയിട്ട് കേട്ടോ. നമുക്ക് 2 തട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് മൂടി വെച്ച് വേവിക്കണം. അതിനിടയ്ക്ക് നമ്മളെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മൂടി വെച്ച് നമുക്ക് വേവിക്കാം.
5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ടല്ലേ. കറിവേപ്പിലയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റോസ്റ്റ് ആകുമ്പോൾ നല്ല അടിപൊളി ആയിക്കോളൂ അല്ലേ. കുറച്ച് സമയം കൂടെ നമുക്ക് മൂടി വെക്കാം അല്ലേ. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയില്ലേ. ഉപ്പൊക്കെ സമയത്ത് നോക്കിയേക്കാം അല്ലേ. ഉപ്പം നോക്കിയാൽ കണ്ടോന്ന് ഉപ്പുണ്ട്. നമുക്ക് ചിക്കനൊക്കെ പിടിച്ചു വരുമ്പോൾ അറിയാമല്ലോ. നമുക്കൊന്നും കൂടി മൂടി വെക്കാം. കുറച്ച് സമയം കൂടെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞങ്ങൾ തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി റോസ്റ്റ് ആക്കി എടുക്കണം. ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഡ്രൈ ഒക്കെ ആക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞങ്ങളിപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത സമയത്ത് ഓരോ സ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെയാണ് ചേർത്തത്. അപ്പോൾ കുറച്ചും കൂടി എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂട്ടിക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. കറിവേപ്പില ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. കഴിച്ചു നോക്കാം അല്ലേ. കറിവേപ്പിലയൊക്കെ കൂട്ടി നന്നായിട്ടാക്കി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആ മുരിഞ്ഞ കരിവേപ്പിലയുടെ ടേസ്റ്റും ഉണ്ട്. അതുപോലെ കുരുമുളക് നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണെങ്കിൽ ഒരു അത്യാവശ്യം എരിവ് വേണ്ടവർക്ക് നല്ല എരിവ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.